കഴിഞ്ഞ ദിവസം ഷീജയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഷീജ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് ഉത്തരമില്ലാതെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് പിന്നീട് അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ഷീജ? ഞാൻ മനസ്സിലാക്കിയത് നേർക്കുനേർ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ അപ്പോൾ പൊളിയും പ്രതിപക്ഷ നേതാവ് എടുത്തണിഞ്ഞിരിക്കുന്ന ആ ഒരു മുഖം മൂടി എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായൊരു ദിവസമായിരുന്നു. തീർച്ചയായും അത് സ്വാഭാവികമായും മാധ്യമങ്ങളെ പ്രതിപക്ഷ നേതാവ് കാണുന്നു എന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും അന്ന് അവിടേക്ക് എത്തുന്നത്. അന്ന് അദ്ദേഹം പ്രധാനമായും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ അന്വേഷണം അത് കാര്യമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്, കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ വൈകുന്നു എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ സ്വാഭാവികമായും അതിൽ തുടർ ചോദ്യം എന്ന നിലയിലാണ് ഞാൻ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വന്നിരുന്നത് രാഹുൽ ഗാന്ധി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഈ ശബരിമല കേസ് കൈകാര്യം ചെയ്യുന്നതിലുള്ള അതൃപ്തി അറിയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തിനോട് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യം തന്നെ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലാത്തൊരു ചോദ്യമായിരുന്നു. ആദ്യം അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ, അത് തെറ്റായ വാർത്തയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തുടർ ചോദ്യം എന്ന രീതിയിലായിരുന്നു അടൂർ പ്രകാശ് MPക്കെതിരായിട്ടുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുള്ളൊരു സാഹചര്യമാണല്ലോ. പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ അദ്ദേഹം പ്രകോപിതനാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ചോദ്യം നമ്മൾ ആവർത്തിച്ച് ഞാൻ ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു. അപ്പോൾ അതിൽ കൗണ്ടർ ചെയ്ത് ഞാനും ചോദിച്ചു, അത് പക്ഷേ ഒരു സെക്രട്ടേറിയറ്റിനുള്ളിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമായിരുന്നു. അത് എല്ലാവർക്കും കൃത്യമായ രീതിയിൽ തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നുള്ള കാര്യമാണല്ലോ. പക്ഷേ അത് ആ ഒരു സാഹചര്യമല്ലല്ലോ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിലുള്ളത് എന്നുള്ള കാര്യം ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് അത് കൈരളിയുടെ അജണ്ടയാണ് എന്ന രീതിയിലുള്ള മറുപടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതിനുശേഷം മറ്റു ചോദ്യങ്ങൾ, എൻ്റെ ചോദ്യം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ചോദ്യങ്ങളിലേക്ക് മറ്റാർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന തരത്തിൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടിയില്ലാതെ മറ്റുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ കോടതി പരിഗണിക്കുന്ന മറ്റൊരു കേസുണ്ട്. അതായത് കടകംപള്ളി സുരേന്ദ്രനെ VD സതീശനെതിരെ നൽകിയിട്ടുണ്ടായിരുന്ന മാനനഷ്ട കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചില കാര്യങ്ങൾ അവരുടെ നിലപാടിന് വിരുദ്ധമായ രീതിയിൽ ചില കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ അങ്ങയുടെ അഭിഭാഷകൻ തന്നെയല്ലേ കോടതിയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ള കാര്യമായിരുന്നു ഞാൻ ചോദിച്ചത്. അതിലാണ് അദ്ദേഹം കൂടുതൽ പ്രകോപിതനാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലാണ് നമ്മുടെ സ്ഥാപനത്തെ, കൈരളി ചാനലിനെ അടക്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും വന്നത്. അതിൽ സ്വാഭാവികമായും നമ്മുടെ സ്ഥാപനത്തെ പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞാൻ തിരിച്ചതിൽ ചോദിക്കുകയും ചെയ്തു. അതായത് നിങ്ങൾ സ്ഥാപനത്തെ പറയേണ്ട ആവശ്യമില്ല, വ്യക്തിപരമായി എന്നോട് പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാം, പക്ഷേ സ്ഥാപനത്തെ പറയേണ്ടതില്ല. ആ പറഞ്ഞ പരാമർശം പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അധിക്ഷേപം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ആ വാർത്താ സമ്മേളനത്തിൽ പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെയാണ് നമ്മൾ പിന്നീട് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളോട് പോലും പുച്ഛ മനോഭാവത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അന്ന് ഉണ്ടായത് എന്നുള്ളത് ആണ് നമുക്ക് അവിടെ അന്നത്തെ ഒരു കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമാക്കാനുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇത് തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവും ഇല്ല. മനു.